ശ്രീ മോൻസ് ജോസഫ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് കേരളത്തിന്റെ ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പുകളുടെ അമരക്കാരനായി തിളങ്ങുന്ന ബഹുമാനപ്പെട്ട മന്ത്രി, കേരള കോൺഗ്രസിന്റെ നിയമസഭയിലെ കരുത്തുറ്റ മുഖവും പാർലമെന്ററി പാർട്ടി ചെയർമാനുമായി പുതിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് ചുവടുവെച്ച പ്രിയങ്കരനായ ജനനായകൻ, കടുത്തുരുത്തി മണ്ഡലത്തെ നെഞ്ചോട് ചേർത്ത് വികസനത്തിന്റെ പുതിയ ചരിത്രമെഴുതി തുടർച്ചയായി വിജയത്തിന്റെ ജനവിധി തേടിയ അചഞ്ചലനായ ജനപ്രതിനിധി, മുൻപ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മാതൃകാപരമായ ഭരണമികവ് കാഴ്ചവെച്ച മികച്ച ഭരണാധികാരി, 1996 കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. ഈ കാലയളവിൽ തിരുവനന്തപുരം ചെങ്ങന്നൂർ MC റോഡ് വികസനം, KSTP റോഡ് വികസന പദ്ധതി, ദേശീയപാത വികസനം, നിരവധി മേൽപ്പാലങ്ങളുടെയും റോഡുകളുടെയും നിർമ്മാണം എന്നിവ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിൽ മാനുവൽ പരിഷ്കരണം നടപ്പിലാക്കിയതും ഈ കാലത്താണ്. കേരള നിയമസഭാ പെറ്റീഷൻസ് കമ്മിറ്റി ചെയർമാൻ, സ്ത്രീകളുടെയും കുട്ടികളുടെയും വികലാംഗരുടെയും ക്ഷേമം സംബന്ധിച്ച നിയമസഭാ കമ്മിറ്റി ചെയർമാൻ, പബ്ലിക് അണ്ടർടേക്കിംഗ്സ് കമ്മിറ്റി ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ലോക്കൽ ഫണ്ട് അക്കൗണ്ട്സ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള നിരവധി സമിതികളിൽ അംഗമായിരുന്നു. 2021-26 കാലഘട്ടത്തിൽ നിയമസഭയിലെ പ്രതിപക്ഷ ചീഫ് വിപ്പായും പ്രവർത്തിച്ചു. കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിലെ 11 പഞ്ചായത്തുകളുടെയും സമഗ്ര വികസനത്തിനായി ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിച്ചു. നിരവധി സർക്കാർ ഓഫീസുകളും വലിയ വികസന പദ്ധതികളും മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാക്കി. വികസന നിയമസഭാ പ്രവർത്തനങ്ങളിലെ മികവിന് ഒട്ടനവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. തന്റെ അസാധാരണമായ സംഘടനാ പാടവം കൊണ്ടും വികസന കാഴ്ചപ്പാടുകൾ കൊണ്ടും കേരള രാഷ്ട്രീയത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രിയങ്കരനായ നേതാവ്, സംസ്ഥാന ജലവിഭവ ഭവന വകുപ്പ് മന്ത്രി ശ്രീ മോൻസ് ജോസഫ് തൂഫാൻ ക്യാമ്പയിന്റെ ഭാഗമായി കടന്നുവരികയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഓരോ വർഷവും ഏറ്റവും കൂടുതൽ പ്രതിഭാധനരായ കുട്ടികളെ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയും കേരളത്തിന് വേണ്ടിയും വളർത്തിയെടുക്കുന്ന, വാർത്തെടുക്കുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. നമ്മുടെ സംസ്ഥാനത്ത് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ UDF ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു, UDF അധികാരത്തിൽ വന്നാൽ മയക്കുമരുന്ന് സംഘങ്ങളെ അമർച്ച ചെയ്യുവാൻ, ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുവാൻ, മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കുവാൻ, കേരളത്തിലെ കുട്ടികൾക്ക് കേരളത്തിൽ തന്നെ പഠിക്കുവാൻ, പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് കേരളത്തിൽ നിന്ന് തൊഴിൽ ലഭിക്കുവാൻ, ജോലി സാധ്യതകൾ വർദ്ധിപ്പിക്കുവാൻ ഒക്കെ പ്രതിജ്ഞാബദ്ധമായി കേരളത്തിലെ UDF പ്രവർത്തിക്കും എന്ന വാക്ക് കൊടുത്തു. ഈ വാക്ക് പാലിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തുടക്കം കുറിച്ച ഏറ്റവും ശ്രദ്ധേയമായ ഓപ്പറേഷൻ തൂഫാൻ.